നമസ്കാരം. ഞാൻ ഡോക്ടർ എസ് ലാൽ. എൻ്റെ ഒപ്പം ഇന്നൊരു അതിഥിയുണ്ട്, ശ്രീ മൈത്രേയൻ. ഞാൻ മൈത്രേയൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അപൂർവം പേരേ ഉള്ളൂ ഈ മൈത്രേയൻ എന്ന് വിളിക്കാൻ, മൈത്രേയൻ ചേട്ടൻ എന്ന് വിളിക്കാൻ തുടങ്ങിയതും തുടരുന്നതും. ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലത്ത് പരിചയപ്പെട്ടാണ്, മെഡിക്കൽ വിദ്യാഭ്യാസ കാലത്ത് പരിചയപ്പെട്ടാണ് അദ്ദേഹത്തെ. 30-35 വർഷമായിട്ടുള്ള അടുപ്പമാണ്, അതിലധികമായെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ മൈത്രേയൻ ചേട്ടനെ വിളിക്കുന്നതിന് ഒരു പ്രധാന കാരണം, എൻ്റെ വിദ്യാഭ്യാസ കാലം ഞങ്ങൾ 2 പാർട്ടിയിലാണ്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ മൈത്രേയൻ ചേട്ടൻ യുവധാരയുടെ എഡിറ്ററാണ്, DYFIയുടെ. ഞാൻ KS നേതാവാണ്. അപ്പോൾ അക്കാലത്ത് ഞങ്ങൾ ഒരുപാട് ഒരുമിച്ച് വർക്ക് ചെയ്യാവുന്ന ചില മേഖലകൾ കാണുകയും പിന്നെ അത് ഒരുപാട് വർഷം തുടരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ചില കാര്യങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ അടുത്ത കാലത്ത് പത്രങ്ങളിലും ടെലിവിഷനിലും ഒക്കെ വന്നപ്പോൾ ആണ് ഞാൻ മൈത്രേയൻ ചേട്ടനായിട്ട് ചർച്ച, അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ചർച്ച ആകാമെന്ന് വെച്ചു. ഞാൻ ഏഷ്യാൻ ടെലിവിഷനിൽ പൾസ് വരെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ 90കളുടെ ആദ്യം തന്നെയാണ് ഒരു എപ്പിസോഡിൽ മൈത്രേയൻ ചേട്ടൻ അതിഥിയായിട്ട് വന്ന് നമ്മൾ സംസാരിച്ച വിഷയം മലയാളിയുടെ ശുചിത്വ ബോധത്തെ പറ്റിയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മൾ ശുചിത്വബോധം പ്രധാനമാണ്, മലയാളിക്ക് അതിനകത്ത് മെച്ചമാണ്. ഞാൻ ബോംബെയിലെ സ്ലംസിലൊക്കെ ആരോഗ്യ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട്, ലോകാരോഗ്യ സംഘടന പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. ഇസ്ലാമിൽ മലമൊഴുകുന്ന ചെറിയ കനാലിലെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നതും അവർ ഭക്ഷണം കഴിക്കുന്നതും അവിടെ വീഴുന്നിടത്ത് തിരിഞ്ഞ് കഴിക്കുന്നതൊക്കെ. ഞാൻ അമ്മയുടെ കുടുംബ വീടുകളിലൊക്കെ തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് പോകുമ്പോൾ ഗ്രാമത്തിൽ കയ്യിൽ നിന്നൊരു സാധനം താഴെ വീണ് കഴിഞ്ഞാൽ ജയിലിൽ കൂടെ കളയുകയാണ്. അപ്പോൾ ആ ശുചിത്വബോധം ഉള്ളപ്പോൾ തന്നെയും നമ്മൾ അർപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളിപ്പോഴും ചിലപ്പോൾ തുടരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് തുപ്പുന്നവരാണ് മലയാളം. അന്നും മൈത്രേയൻ ചേട്ടൻ 30-30 വർഷം മുമ്പ് സംസാരിച്ച വിഷയമാണ്. അന്ന് പ്രത്യേകിച്ച് ഡോക്ടർ അല്ലാത്ത ഒരാൾ വന്ന് ഈ വിഷയം സംസാരിക്കുന്ന വിഷയത്തോടെ നോക്കുകയും ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് നഗരജീവിതത്തിലേക്ക് നീങ്ങുന്ന ഒരു സമൂഹം. അതാണ് നമ്മൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടൊന്ന് മനസ്സിലാക്കുക. തുപ്പുക എന്ന് പറയുന്നത് ഒരു മോശം കാര്യമൊന്നുമല്ല. നമ്മൾ തുപ്പുന്നത്, പക്ഷെ എവിടെ തുപ്പുന്നു, എപ്പോൾ തുപ്പുന്നു എന്നൊക്കെയുള്ള കാര്യമാണ് ഇല്ലാതായത്. അത് മനസ്സിലാക്കാൻ കഴിയാതെ. ഒന്നാമത് ഈ മുറുക്കുക എന്ന് പറയുന്നൊരു സ്വഭാവം വളരെ കൂടി നിന്നിരുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ നഗരത്തിനകത്തേക്ക് യാത്ര ചെയ്യുന്നതായി മാറുന്നത്. കുട്ടിക്കാലത്ത് എല്ലാവരും മുറുക്ക് ശീലമുള്ളവരാണ്. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് ഒരു കോളാമ്പി മേടിച്ച് വെക്കാൻ പറ്റുന്നവരെല്ലാം അത് ചെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞത്. അത് ഈ കട്ടിലേക്ക് കയറിയിരുന്ന് കാലാട്ടി അച്ഛൻ ചത്തു പോകും എന്നൊക്കെ പഠിപ്പിക്കുമായിരുന്നു. വേറെ ഒന്നുമല്ല, താഴെ ഇരിക്കുന്ന കോളാമ്പി മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നതായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഉണ്ട്. പക്ഷെ ആ കോളാമ്പി വെക്കാൻ കഴിവുള്ളവരായിരിക്കുന്നവരുടെ ഇടയിൽ മാത്രമുള്ള ഒരു സംസ്കാരമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനസാമാന്യം എന്ന് പറയുന്നവർക്ക് പുറത്തേക്ക് തുപ്പുക എന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ ശീലിച്ചു വന്നിരുന്ന ഒരു തുപ്പലിലെ ലോകമുണ്ട്. അപ്പൊ വായ്ക്കകത്ത് ഈ മുറുക്കിനോടൊപ്പം തന്നെ നമ്മൾ കഫം എന്ന് പറയുന്നതും ശരീരത്തിന് നമുക്ക് ഇറക്കുന്നത് നല്ലതല്ല. അതിനകത്ത് അത് ഒരു ജീവിബോധത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് കഫം പുറത്തേക്ക് തുപ്പുക എന്ന് പറയുന്നത്. പക്ഷെ ഇതൊന്നും നമ്മൾ വ്യക്തിഗതമായ നമ്മൾ ഇഷ്ടംപോലെ വെള്ളമുള്ള നാടായത് കാരണം കൊണ്ട് എല്ലാവരും കുളിക്കുന്നവരാണ്. ആ കുളി എന്ന് പറയുന്ന സാധനം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ മറ്റ് കാര്യങ്ങൾ, ഈ രോഗം പകർത്തുന്നതിനെ പറ്റിയുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ സമയത്തില്ല. ആകെ ഉള്ളത് ഗ്ലാസ്, വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ് പരസ്പരം വായിൽ വെക്കുക, ചുണ്ടിൽ വെക്കാതെ കുടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള 1-2 കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ധനമുള്ളവർ മാത്രം ചെയ്തിരുന്ന, ആഠ്യത്വമുള്ളവർ ചെയ്തിരുന്ന ഒരു സംസ്കാരമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. അത് ഈ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്ന് പറയുന്നതിനോട് ബന്ധപ്പെട്ടാണ് സത്യത്തിൽ അത് കണ്ടിരുന്നത്. പക്ഷെ പലപ്പോഴും അത് രോഗം പരത്താതിരിക്കുന്നതിനുള്ള ഒരു ഇൻഷുറൻസ് എന്നുള്ള നിലവാരത്തിൽ അത് മാറാവുന്നതായിരുന്നു. പക്ഷെ അത് അങ്ങനെ അല്ല. അത് ഈ പറയുന്ന ധനമുള്ളവര് മറ്റുള്ളവരുടെ ദേഹത്ത് തൊടാതിരിക്കുന്നതിനൊക്കെ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംസ്കാരമായിട്ട് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് നമ്മുടെ ഈ ഇഷ്ടംപോലെ വീടുകളുണ്ടാകുക, റോഡുകളുണ്ടാകുക, നാടെങ്ങും മാറി നഗരത്തിലേക്ക് വരുന്ന സമയത്ത് വീട് വൃത്തിയാക്കും, കുളിക്കും, വീട് വൃത്തിയാക്കും. പക്ഷെ മതിലില്ല, വേലികൾക്ക് പുറത്തൂടെ അപ്പുറത്തോടെ ഇടുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒറ്റപ്പെട്ട വീടുകളുടെ ഒരു ശൃംഖലയാണ് കേരളം. അത് ഇതുപോലെ നമ്മൾ അറിയേണ്ടതാണ്.
ലോകത്ത് മറ്റെങ്ങും ഇല്ലാത്തൊരു ഒരു ഒരു പ്രതിഭാസമാണ്. ക്ലസ്റ്റർ ചെയ്ത് ഒരു കൂട്ടം വീടുകളായിരുന്നു പണ്ട് ഗ്രാമം എന്ന് പറയുന്നത്. ആ ഗ്രാമം എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിലെ ഒറ്റപ്പെട്ട എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ഇന്ന് നമ്മൾ ഈ കാണുന്ന പോലെ സുലഭമായി ഉണ്ടായിരുന്ന ഒന്നല്ല. ചെറിയ ചെറിയ തുരുത്തുകളും വെള്ളക്കെട്ടുകളുമായിട്ടിരിക്കുന്ന ഒരു വലിയ എസ്ചറി എന്ന് നമ്മൾ പറയാവുന്ന നിലവാരത്തിൽ ഒരു 300 വർഷം 400 വർഷം മുമ്പുണ്ടായിരുന്ന കേരളത്തിനകത്ത്, അത് നമുക്ക് ഈ ലോകന്റെ മെനുവില് അതിനകത്തൊക്കെ ഇങ്ങനെ നോക്കിയ പടങ്ങളെ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ ആളുകളെ അതാത് പ്രദേശങ്ങളിലെ കാണാനും നോക്കാനും ആ ഭൂമി നോക്കാനായിട്ട് ഓരോ ആൾക്കാരെയും കൊണ്ടുപോയി താമസിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു രീതിയാണ് നമ്മൾ അനുവർത്തിച്ച. അതായിരിക്കാം അതിന് കാരണമായി മാറുന്നത്. ഞാൻ അത് അനുമാനിക്കാം. എന്തായാലും വീടുകളെല്ലാം അകലെയാണ്. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഈ വൃത്തി നമ്മുടെ പെരയ്ക്കകത്തും നമ്മുടെ മുറ്റത്തും കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് നമ്മൾ തട്ടുക എന്ന് പറയുന്നത്. പക്ഷേ നഗരങ്ങള് പട്ടണങ്ങളൊക്കെ രൂപപ്പെടാൻ തുടങ്ങിയ സമയത്ത് ഈ ശീലം എല്ലാ വീടിന്റെയും മറുവശത്തേക്ക് അന്യരുടെ അടുത്തേക്ക് ഇടുക എന്ന് പറയുന്നത്, ഇത് എല്ലാവരും അന്യരുടെ സ്ഥലത്തെന്ന് പറയുന്നത് പൊതുവായ സ്ഥലമായിരിക്കും. അതാണ് പറ്റിപ്പോയത്.